നിങ്ങളുടെ പോണേന്നറിയോ? ഞങ്ങളിന്ന് ഹസ്ബൻഡ് എല്ലാ വട്ടം നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ പെരിങ്ങോട്ടുകര ആവണങ്ങാട് അമ്പലത്തിലേക്ക് പോകാറുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നും അത് പതിവ് തെറ്റിച്ചില്ല. ഈ വട്ടം ഞങ്ങൾ എല്ലാവരും കൂടിയിട്ട്, കുട്ടികൾക്ക് സ്കൂളുണ്ടായിരുന്നില്ല, അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ആവണങ്ങാട്ട് അമ്പലത്തിലേക്ക് പോവാണ് കേട്ടോ. ആവണങ്ങാട്ട് അമ്പലത്തിൽ പോയിട്ടുണ്ടെങ്കിൽ തറവാട്ടമ്പലത്തിൽ കയറും, പിന്നെ ദേവസ്ഥാനം, പിന്നെ ആനാടിക്കാവ്, അവിടേക്ക് കയറി തൊഴുതിട്ടായിട്ട് വരും. പക്ഷെ ഇന്ന് ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ. എന്താണെന്നറിയില്ല, കുട്ടികൾക്ക് മഴയായ കാരണം സ്കൂളുണ്ടായിരുന്നില്ല, ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. ഞാൻ അമ്പലത്തിൻ്റെ ഉള്ളിൽ എപ്പോഴും ഷൂട്ട് ചെയ്യാറില്ല കേട്ടോ, അത് പാടില്ലല്ലോ. അപ്പം ഞാനൊരു കാഴ്ച കണ്ട്, അത്തിപ്പഴം നിറയെ അത്തിപ്പഴം നിൽക്കണു. നമ്മൾ കാണാറുണ്ട് പുറത്ത് അത്തിപ്പഴം നിൽക്കണതൊക്കെ. ഞാനപ്പോൾ ആലോചിച്ചു, നമ്മളിത് വാങ്ങുമ്പോഴുള്ള ആ വില ആലോചിച്ചു, എത്ര വില അത് വാങ്ങിക്കുമ്പോൾ. പക്ഷെ അത് നിന്നിട്ട് നശിച്ച് പോകണ കണ്ടപ്പോൾ അതും സങ്കടമായിട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങനെ ദേവസ്ഥാനത്തേക്ക് പോവാണ് കേട്ടോ. കാവ്യ പോയിട്ടാണ് ഞങ്ങൾ ദേവസ്ഥാനത്തേക്ക് വരിക കേട്ടോ. അപ്പോൾ ഞങ്ങൾ തൊട്ടപ്പുറത്ത് തന്നെയാണ് കാവിൽ തൊഴുതിട്ട് പിന്നെ ദേവസ്ഥാനത്തേക്ക് വരും, അങ്ങനെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾക്ക് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഫുഡ് കഴിച്ചിട്ട് അങ്ങനെ നേരെ വീട്ടിലോട്ട് പോകാമല്ലോ. അപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ തറവാട്ടിൽ നിന്ന് കഴിക്കും, തറവാട്ടമ്പലത്തിൽ നിന്ന് കഴിക്കും, അല്ലെങ്കിൽ ദേവസ്ഥാനത്തിൽ നിന്ന് കഴിക്കും കേട്ടോ. അപ്പോൾ നല്ല മഴ കിട്ടിയിട്ടാ, ചാറ്റിൽ തുടങ്ങിയിട്ടുണ്ടായിരുന്നുള്ളൂ. അമ്പലത്തിനുള്ളിൽ കയറിയപ്പോൾ പിന്നെ മഴ നന്നായി പെഴുത് പോയി. അപ്പോൾ അങ്ങനെ ഇവിടെ ഒട്ടും തിരക്കുണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ പൂരോ എന്തോ നടക്കുന്നുണ്ടായിരുന്നു. പൂരല്ല, എന്തോ അവിടെ ഒരു ചെണ്ടമേളം നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഇനി ഇവിടെ പൂരം തുടങ്ങാറായോ, പക്ഷെ പൂരമല്ലായിരുന്നു, അവിടെ എന്തോ പൂജയായിരുന്നു, കൊട്ടും ബഹളമൊക്കെ ആയിട്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് മടങ്ങി. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യുക. ബൈ ബൈ, നാളെ കാണാം കേട്ടോ.